സൗദിയും പാകിസ്ഥാനും തമ്മിൽ പുതിയൊരു കരാറിലേക്ക് വരുന്നു. ഈ കരാറിലേക്ക് വരുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഉദ്ദേശമുണ്ട്. അത് ഇതുവരെ ആരും പറയാത്ത ഒരു സൗദി അറേബ്യയുടെ ഒരു രഹസ്യം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. കാരണം സൗദി അറേബ്യ എക്കാലവും ചുരുങ്ങിയ പക്ഷം 1975 മാർച്ച് 25 ശേഷം, ആ ഡേറ്റ് പറയാനൊരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. ആ 75 മാർച്ച് 25 ശേഷം അമേരിക്ക പറയുന്നതിനപ്പുറത്ത് ഒന്നും ചെയ്യാത്ത രാജ്യമാണ് ഇസ്ലാമിക ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായ സൗദി അറേബ്യ. എന്താണ് 1975 മാർച്ച് 25 പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യയുടെ രാജാവായിരുന്ന ഫൈസൽ രാജാവ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. വെടിയേറ്റ് കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പെട്രോളിയം മന്ത്രിയായിരുന്ന അഹമ്മദ് സാക്കി യമനി അടുത്ത് നിൽക്കുമ്പോൾ രാജാവിനെ വെടിവെച്ച് കൊല്ലുന്നത് അനന്തരവനാണ്. അതിനുശേഷം അമേരിക്കയ്ക്കെതിരെ ഒരു നിലപാടും സൗദി അറേബ്യ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഫൈസൽ രാജാവിനെ കൊന്നത്? അതൊരു ബില്യൺ കണക്കിന് വിലയുള്ള ചോദ്യമാണ്. കാരണം ലോകത്ത് ആദ്യമായി പെട്രോ ഡോളർ ഇനി വിനിമയത്തിന് പറ്റത്തില്ല. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണല്ലോ സൗദി അറേബ്യ. എണ്ണക്കച്ചവടം ഇനി ഞങ്ങൾ ഡോളർ ഉപയോഗിച്ച് ചെയ്യത്തില്ല എന്ന് തീരുമാനമെടുത്ത ആളാണ് ഫൈസൽ രാജാവ്. അപ്പോൾ അമേരിക്കയുടെ ഡോളർ ഇനി വ്യാപാരത്തിന് ഉപയോഗിക്കില്ല എന്ന് തീരുമാനിച്ച സൗദി രാജാവ് വലിയ വില കൊടുക്കേണ്ടി വന്നു. എന്താ കൊടുക്കേണ്ടി വന്നത്? സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. പെട്രോ ഡോളറിനെ തൊട്ട് കളിച്ചാൽ അമേരിക്ക പൊറുക്കില്ല. അത് കേണൽ ഗദ്ദാഫി ആവട്ടെ, ലിബിയയിലെ സദ്ദാം ഹുസൈൻ ആവട്ടെ, നരേന്ദ്രമോദി ആവട്ടെ. നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്യുന്ന അങ്ങനെയല്ലേ? റഷ്യ ചെയ്യുന്ന അതല്ലേ? ചൈന ചെയ്യുന്ന അതല്ലേ? യുവാനും റൂബിളും രൂപയും തമ്മിലുള്ള വിനിമയം നടത്തി ബ്രിക്സ് കറൻസി ഉണ്ടാക്കാൻ പോകുന്നു. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ചെയ്യുന്നത് എന്താണ്? അമേരിക്കയുടെ താല്പര്യാർത്ഥം ഡോളർ ഇഷ്ടം പോലെ അച്ചടിക്കുന്നു. പണ്ട് നിക്സൺ പ്രസിഡൻ്റായിരുന്ന കാലത്ത് നിക്സൺ 3 മാസത്തേക്ക് മരവിപ്പിച്ചു. എന്താണെന്നറിയാം? ഡോളർ അടിക്കുമ്പോൾ തത്തുല്യമായ സ്വർണം വെക്കണമെന്നത്. അന്ന് ഒരു ഔൺസ് സ്വർണത്തിന് $370 വിലയുള്ളപ്പോഴാണ് ഈ തീരുമാനം എടുത്തത്. പിന്നീട് നിക്സൻ്റെ ഈ 3 മാസത്തെ മരവിപ്പിക്കൽ അനിശ്ചിതമായിട്ട് അങ്ങ് നീട്ടി. എന്ന് പറഞ്ഞാൽ ഡോളർ അടിക്കുമ്പോൾ സ്വർണം വെക്കണ്ട, ഡോളർ അങ്ങ് അടിച്ചു കൂട്ടിയാൽ മതി. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ലോകം മുഴുവൻ അടച്ചിട്ടപ്പോൾ അമേരിക്ക വലിയ തോതിൽ ഡോളർ അടിച്ചു കൂട്ടി. അതാണ് നമ്മുടെ തോമസ് ഐസക് മുമ്പ് ചോദിച്ചത്, അമേരിക്കൻ മോഡൽ. അമേരിക്കയാണല്ലോ പുള്ളിയുടെ മാതൃകാ രാജ്യം. അതുകൊണ്ടാണ് ചോദിച്ചത്, അല്ലെ സാമ്പത്തിക പൈസ ഇല്ലെങ്കിൽ സർക്കാരെങ്കിലും നോട്ടടിച്ചാൽ പോരെ? ഇഷ്ടംപോലെ പൈസ, ഇഷ്ടംപോലെ. പക്ഷെ അത് ശരിയാണ്, അമേരിക്ക ഇന്ന് അങ്ങനെയാണ്. അമേരിക്ക ഇങ്ങനെ വലിയ തോതിൽ ഡോളർ അടിച്ചു കൂട്ടുന്നു. അപ്പോൾ അതിന് വിലയില്ലാതാവത്തില്ല എന്ന് ചോദിച്ചാൽ വിലയില്ലാതാവില്ല. കാരണം അമേരിക്ക പറയുന്നു, ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെ നേരെയും തോക്ക് കൊണ്ടിട്ട് പറയും, നിൻ്റെ സാധനമെല്ലാം ഞങ്ങളുടെ ഡോളർ കൊണ്ടേ വാങ്ങാതുള്ളൂ. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷനില്ല. ഡോളർ അലിഖിത നിയമമാണ് ഡോളർ ഉപയോഗിക്കുക എന്നുള്ളത്. പല യൂറോപ്യൻ രാജ്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ സ്വീഡനും അല്ലെങ്കിൽ ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് പണ്ട് നോക്കിയ മൊബൈൽ ഉണ്ടാക്കിയിരുന്നു അല്ലേ? അതെ. പക്ഷേ ഫിൻലാൻഡിലെ രാജ്യം അവിടുത്തെ ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നു, മുഴുവൻ പൗരന്മാർക്കും. ഫിൻലാൻഡിൽ എന്താ ഉള്ളത്? എവിടുന്ന കാശ്? നമ്മൾ പല യൂറോപ്യൻ രാജ്യങ്ങളും എടുക്കുക, അവർക്ക് വലിയ വ്യവസായങ്ങളോ സാമ്പത്തിക ധനാഗമ മാർഗങ്ങളോ ഒന്നുമില്ല. പക്ഷേ അവരൊക്കെ ഭയങ്കര റിച്ചാണ്. കാരണം ഈ പറയുന്ന അമേരിക്ക ചെയ്യുന്നത് പോലെ ഒരു പക്ഷേ അവർ കറൻസി നിർബാധം ഗോൾഡ് സെക്യൂരിറ്റി ഇല്ലാതെ അടിക്കുന്നുണ്ടാവാം. അതിനെ ആര് എൻഡോഴ്സ് ചെയ്യുന്നുണ്ട്? അമേരിക്ക വകവെച്ച് കൊടുക്കുന്നുണ്ട്. അമേരിക്ക ഡോളറിന് ഈക്വലൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരു ഡോളർ ഇന്ത്യക്ക് 88 രൂപയാണെങ്കിൽ ഫിൻലാൻഡുകാരോട് പറയുകയാണ്, നിൻ്റെ ഫിൻലാൻഡിലെ കറൻസിയും ഡോളറും ഏതാണ്ട് ഈക്വലൻ്റ് ആണെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വാല്യൂ ആയി. അതെ. അപ്പോൾ അങ്ങനെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലൊരു അൺഹോളി നെക്സസിൻ്റെ ഭാഗമായിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പല ചെറിയ രാജ്യങ്ങളും ഉണ്ട്. അവിടെയൊക്കെ ആളുകളുടെ വെൽഫെയറൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നവർക്ക് ഈ ബെൽജിയം പോലെയുള്ള രാജ്യങ്ങൾ. ഞാൻ ഒരിക്കൽ കൊടൈക്കനാലിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു റിസോർട്ടിൽ നിൽക്കുമ്പോൾ ബെൽജിയക്കാരനെ പരിചയപ്പെട്ടു. ബെൽജിയക്കാരൻ അവിടെ നിൽക്കുക. പുള്ളി പറയുക, വെറുതെ എന്താ ജോലി? ഒന്നുമില്ല. പിന്നെ എങ്ങനെ വന്നിരിക്കുന്നു? പുള്ളി കാമുകയും കൂട്ടി വന്നിരിക്കും. അല്ല, ഞങ്ങൾക്ക് തൊഴിലില്ലായ്മ വേതനം സർക്കാർ തരുന്നുണ്ട്, അത് ആ കാശ് മേടിച്ചിട്ട് ഞങ്ങൾ ലോകം ചുറ്റാൻ പോകുന്നു. തൊഴിലില്ലായ്മ വേതനം, തൊഴിലില്ലാത്തവന് സർക്കാർ കാശ് കൊടുക്കുകയാണ്. അങ്ങനെ പല രാജ്യങ്ങളിലുമുണ്ട്. ഇതെങ്ങനെ പറ്റുന്നു? അവിടെയൊന്നും ബെൽജിയം ആണെങ്കിലും ഫിൻലാൻഡ് ആണെങ്കിലും അല്ലേ, ഫിൻലാൻഡിൽ നിന്നുള്ള മെയ്ഡ് ഇൻ ഫിൻലാൻഡ് എന്ന് പറയുന്ന സാധനം ചില മൊബൈലുകളിൽ നോക്കിയ ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഫിൻലാൻഡ് എന്ന് കണ്ടത് വേറെ എന്താ ഉള്ളത്? അവിടുന്ന്
പിന്നെ എങ്ങനെയാണ് ഈ രാജ്യങ്ങൾക്ക് ഇത്ര പണം ഉണ്ടാവുന്നത്? അത് ഡോളർ പോലെയുള്ള ഒരു കളിയാണ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ, ഡോളറിനെതിരെ നിന്നവരെയൊക്കെ അമേരിക്ക തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യക്കെതിരെയുള്ള നീക്കം അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ 2011 ആയപ്പോൾ 15-നും 18 ഇടയ്ക്ക് സൗദി അറേബ്യയ്ക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഈ സോവിയറ്റ് റഷ്യയുടെ കാലം മുതലേ പരീക്ഷിച്ച് ഇപ്പോൾ റഷ്യ ഉപയോഗിക്കുന്ന S-400 അല്ലെങ്കിൽ S-350 എങ്കിലും ഒന്ന് വാങ്ങണം, പ്രതിരോധത്തിന് വേണ്ടിയിട്ടുണ്ടാക്കണം, അല്ലെങ്കിൽ Su-27 ഒക്കെ ഒന്ന് വാങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക വരട്ടി വാങ്ങിച്ചില്ല. പക്ഷേ നോക്കൂ, അമേരിക്ക ആണ് സൗദിയുടെ ആയുധം അല്ലെങ്കിൽ പ്രതിരോധം നോക്കുന്നതെന്ന് പറയാം. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ നിന്ന് ഏതാണ്ട് 1000-ലേറെ ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ സൗദി അറേബ്യ വാങ്ങിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയ്ക്ക് എത്രയുണ്ടെന്ന് പറയും. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് താട് ഇസ്രയേലിൽ കൊണ്ട് ഇപ്പോഴാണ് ഈ ഗാസ വാർ തുടങ്ങുമ്പോഴാണ് താട് കൊണ്ടിട്ട് ആര് വെക്കുന്നത്? അമേരിക്ക വെക്കുന്നത്. പക്ഷെ അതിനു മുമ്പേ സൗദി അറേബ്യക്കുണ്ട്. അപ്പോൾ PAC-3 താടും PAC-3യും പോലെയുള്ള ആധുനിക വ്യോമ പ്രതിരോധ സന്നാഹങ്ങൾ സൗദി അറേബ്യയ്ക്കുണ്ട്. 200-ലേറെ F-15 വിമാനങ്ങളുണ്ട്. 100ഓളം യൂറോ ഫൈറ്ററുകളുണ്ട്. അത്ര തന്നെ ടൊർണാഡോ ഗ്രൗണ്ട് അറ്റാക്ക് ഫൈറ്ററുകളുണ്ട്. ഡസൻ കണക്കിന് അവാക്സുകളുണ്ട് സൗദി അറേബ്യയ്ക്ക്. സൗദി അറേബ്യ പക്ഷേ ഇത്ര ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, ഏതാണ്ട് 3.5 ലക്ഷത്തിനടുത്ത് സൈനികർ മാത്രമേ ഉള്ളൂ. ലോകത്തിലെ സൈന്യത്തിൻ്റെ കണക്കെടുത്താൽ ഏതാണ്ട് ഏറ്റവും മികച്ച 24 മറ്റോ രാജ്യങ്ങളടുത്ത് 20ാം സ്ഥാനമാണ് സൈനിക ശേഷിയിലുള്ളത്. എന്നാൽ അവരിങ്ങനെ വലിയ തോതിൽ പക്ഷേ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിരോധ ബജറ്റുള്ള രാജ്യങ്ങളിലൊന്ന് സൗദി അറേബ്യയാണ്. ഏതാണ്ട് 80-90 ബില്യൺ ഡോളറാണ് അവരുടെ ഡിഫൻസ് ബജറ്റ്. ഇത് മുഴുവൻ കിട്ടുന്ന ആർക്കാണെന്നറിയാം? അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും. ഇവർ ആയുധങ്ങൾ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. അത് മുഴുവൻ മേടിക്കുന്ന അമേരിക്കയാണ്. ഇങ്ങനെ അമേരിക്കൻ യൂറോപ്യൻ ആയുധങ്ങൾ വാങ്ങിച്ച് തങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതിയിരിക്കുകയായിരുന്നു സൗദി അറേബ്യ. പക്ഷേ ആ സുരക്ഷ ഒരു മരീചികയാണ്, വൃഥാ സ്വപ്നമാണെന്ന് സൗദി അറേബ്യ മനസ്സിലാക്കി. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയാണ് സൗദി അറേബ്യയുടെ മുകളിലൂടെ വിമാനങ്ങൾ, ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഖത്തറിനെ നോക്കി പറഞ്ഞത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഖത്തറിനുണ്ട് ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ. അമേരിക്കയുടെ അൽ ഉബൈദ അല്ലേ, വ്യോമതാവളം അവിടെയുണ്ട്. അറിഞ്ഞില്ല, അമേരിക്കയുടെ സന്നാഹങ്ങളൊക്കെ ഒന്നും അറിഞ്ഞില്ല. ഇസ്രയേൽ വന്ന് പണി കഴിഞ്ഞ് തിരിച്ചു പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഒന്നെങ്കിൽ അമേരിക്കൻ ആയുധങ്ങൾ നിഷ്പ്രഭമാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അമേരിക്കൻ ആയുധങ്ങൾ ഏത് രാജ്യത്തിൻ്റെ കയ്യിലുണ്ടാകും, എപ്പോൾ ആർക്കെതിരെ പ്രയോഗിക്കണമെന്ന് ആര് തീരുമാനിക്കും? അമേരിക്ക തീരുമാനിക്കുന്നു. ഖത്തർ തിരിച്ചറിഞ്ഞു, സൗദി തിരിച്ചറിഞ്ഞു. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം മേടിച്ചു വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഉപയോഗിക്കുന്നത് അമേരിക്ക തീരുമാനിക്കണം. ഈ ഒരു അവസ്ഥയിൽ ഖത്തർ ഉൾപ്പെടെ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിൽ ഏറ്റവും വലിയ സൈന്യമുള്ളത് ഈജിപ്തിലാണ്. അറബ് രാജ്യങ്ങൾ ഒരു പുനർവിചിന്തനത്തിൻ്റെ പാതയിലാണ്. അതുകൊണ്ട് അവർ അറബ് സഖ്യം, നാറ്റോ പോലെ ഒരു സഖ്യം ഉണ്ടാക്കാമെന്നൊക്കെ ആലോചിക്കുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ആരുടെയാണ്? എന്ത് സഖ്യം ഉണ്ടാക്കിയാലും അമേരിക്കൻ സാധനങ്ങളാണ്. ഇപ്പോൾ ജോർദാൻ്റെ കാര്യമാണെങ്കിൽ, ഈജിപ്തിൻ്റെ കാര്യമാണ്. സഹായിക്കുന്നത് പ്രധാനമായിട്ടും ആരാണ്? അമേരിക്കയാണ്. ഇപ്പം തുർക്കി നാറ്റോയിലുണ്ട്. അമേരിക്കയുടെ വിലക്ക് വകവയ്ക്കാതെ S-400 വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ തുർക്കിയുടെ ആയുധങ്ങൾ തുർക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, കൂടാതെ അമേരിക്കൻ ആയുധങ്ങളാണ്. അപ്പോൾ അമേരിക്കൻ ആയുധങ്ങളുടെ ഒരു നിഷ്ഫലത സൗദി അറേബ്യ തിരിച്ചറിഞ്ഞു. സൗദി അപ്പോൾ എന്ത് ചെയ്യും? പാകിസ്ഥാനുമായിട്ട് കൂട്ടുകൂടിയാൽ എന്ത് ചെയ്യും? അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 1980 അമേരിക്കയുടെ എതിർപ്പ് ഉണ്ടാകുമെന്നറിഞ്ഞിട്ട് രഹസ്യമായി ചൈനയിൽ നിന്ന് സൗദി അറേബ്യ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ 50 വാങ്ങിച്ചു. ഡോങ്ഫങ് എന്ന് പറയുന്ന ഡോങ്ഫങ് എന്ന് പറയുന്ന 50 മിസൈലുകളാണ് വാങ്ങിച്ചത്. 4000 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഇത് അമേരിക്ക അറിയാതെ രഹസ്യമായി CSS IRBM ഈ മിസൈലുകൾ ചൈന വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നറിയോ? ഒന്ന്, അതിൻ്റെ അറ്റത്ത് ഘടിപ്പിക്കാനുള്ള വാർഹെഡ്സ് ഇല്ല. രണ്ടാമത്, ഇത് കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്ക പണങ്ങും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇത് 80കളിൽ മേടിച്ച് കയ്യിൽ വെച്ചിട്ട് 2011 ഇത് സൗദി അറേബ്യ പ്രദർശിപ്പിച്ചു. ഞങ്ങളുടെ കയ്യിൽ ഡോങ്ഫങ് CSS-2 DF-3A എന്ന് പറയുന്ന ഡോങ്ഫങ് മിസൈലുകൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്
2014 ഇപ്പോൾ 11 വർഷം മുമ്പ് സൗദി അറേബ്യ പ്രദർശിപ്പിച്ചു. അപ്പോഴും അതിന് ഉണ്ടയില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സാധനം കൊണ്ടുവന്ന് മരുഭൂമിയിൽ എവിടെയോ സൂക്ഷിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് തദ്ദേശീയമായിട്ട് ഒരു മിസൈൽ ശേഷിയൊക്കെ കൂട്ടാനായിട്ട് ചില കാര്യങ്ങൾ സൗദി അറേബ്യ ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യ അൽ നബാബിയ ടൗണിനടുത്ത് ഭൂമിക്കടിയിൽ ഒരു മിസൈൽ താവളം ഉണ്ടാക്കുന്നുണ്ട് എന്നതിൻ്റെ ചിത്രങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അവിടെയോ അല്ലെങ്കിൽ മരുഭൂമിയിൽ എവിടെയോ ആണ് ഈ ഡോങ്ഫെങ് മിസൈലുകൾ 50 എണ്ണം ചൈനയിൽ നിന്ന് വാങ്ങിയത് സൗദി അറേബ്യ സൂക്ഷിച്ചിരുന്നത്. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഡിഫൻസ് സൈറ്റുകളിൽ പറയുന്നത് അതിലേതാണ്ട് 30 എണ്ണം ഇപ്പോഴും 20 എണ്ണത്തോളം ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലായിപ്പോൾ. ഇത്രയും വർഷമായി, 80 വാങ്ങിയതല്ലേ, എത്ര വർഷം കഴിഞ്ഞു? 40 വർഷത്തോളമായി അല്ലേ. പക്ഷേ ഒരു 30 എണ്ണം ഇപ്പോഴും ആക്റ്റീവാണ്. ചൈന ഡ്യൂപ്ലിക്കേറ്റ് സാധനം അല്ല വന്നു കൊടുത്തത്, നല്ല സാധനമാണ്. അതുകൊണ്ട് 30 എണ്ണം ഇപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ ഈ 30 എണ്ണം മതി. കാരണം സൗദിക്ക് ആരെയാണ് ഭീഷണി എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. ഏതായാലും ഈ 30 എണ്ണം മേടിച്ച് ഉണ്ടയില്ലാത്ത സാധനം വെച്ചിട്ട് കാര്യമില്ല, വെറും സാധാ ഉണ്ട വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ സൗദി അറേബ്യ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പൈസയുണ്ട്, ഞങ്ങൾക്ക് ശത്രുക്കളുമുണ്ട്. ശത്രുക്കൾ പറഞ്ഞാൽ ഈ ആരാണ് സൗദിയുടെ ശത്രു? ഹൂത്തികളാണ് അല്ലേ. ഹൂത്തികളാണ് സൗദിയെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്. ഈ ഇസ്രയേലുമായിട്ടുള്ള ശത്രുത എന്ന് പറയുന്നതൊക്കെ മാറി. MBSയുടെ മുഹമ്മദ് ബിൻ സൽമാൻ പറയുകയും ചെയ്ത് ഞങ്ങൾക്ക് ഈ പാലസ്തീൻ പ്രശ്നത്തിനൊന്നും നേരമില്ല, റാഡിക്കലിസമൊക്കെ വിട്ടു, ഞങ്ങൾ റാപ്പിഡായിട്ടുള്ള ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് MBS പറയുകയും ചെയ്തു. അപ്പം അതൊരു പ്രശ്നമേ അല്ല. അബ്രഹാം അക്കോർഡിലേക്ക് അവർ നീങ്ങുന്ന സമയത്താണ് അത് അലസിപ്പിക്കാനാണ് ഒക്ടോബർ 7 ഇസ്രയേലിലേക്ക് കയറി ഹമാസ് ആക്രമണം നടത്തിയത്. ഏതായാലും അപ്പോൾ ഈ ഞങ്ങളുടെ ശത്രുത എന്ന് പറയുന്നത് ഹൂത്തികളാണ് ആക്രമിക്കുന്നത്. അവർ വിശുദ്ധമായി കിട്ടുന്ന മക്കയ്ക്ക് നേരെ വരെ ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തും. അമേരിക്കയാണ് അടിച്ചെടുത്തത്. അപ്പോൾ ശത്രു എന്ന് പറഞ്ഞാൽ ഹൂത്തികളടക്കമുള്ളവരാണ്. യമനിൽ 2015 മുതൽ യമനുമായിട്ട് പ്രശ്നം തുടങ്ങിയാണ്. യമനുമായിട്ട് സ്ട്രൈക്ക് ഉണ്ടായി. ആ സമയത്ത് പാകിസ്ഥാൻ്റെ സഹായം സൗദി അറേബ്യ ചോദിച്ചതാണ്, പാകിസ്ഥാൻ കൊടുത്തില്ല. പാകിസ്ഥാനുമായി വളരെ മുമ്പേ തന്നെ സൗദി അറേബ്യക്ക് നല്ല ബന്ധമുണ്ട് കേട്ടോ. ഇപ്പോൾ കരാർ ഒപ്പിട്ടപ്പോൾ മാത്രമല്ല, ഇപ്പോഴും നമ്മൾ ഈ പറയുമ്പോഴും ഏതാണ്ട് 2000-ഓളം പാകിസ്ഥാൻ പട്ടാളക്കാർ സൗദി അറേബ്യയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സാധനം ഇപ്പം ഹൂത്തികളാണ്. ഹൂത്തികളെ സ്പോൺസർ ചെയ്യുന്ന ആരാണ്? ഇറാനാണ്. അപ്പോൾ സൗദി അറേബ്യയുടെ ശത്രു ആരാണ്? ഇറാനാണ്. അത് വിശ്വാസപരമായും ശത്രുതയാണ്. അവർ ഷിയാണ്, ഇവർ സുന്നിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ ഒരാക്രമണം ഒരുപക്ഷെ സൗദി അറേബ്യക്ക് നേരെ ഉണ്ടായാൽ ഉണ്ടാകാൻ സാധ്യത ആരിൽ നിന്നാണ്? ഇറാനിൽ നിന്നാണ്. അപ്പോൾ ഇറാനെ പ്രതിരോധിക്കാൻ ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കി ഏതാണ്ട് അതിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു എന്ന് അമേരിക്ക തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നാളെ ഇറാൻ ഒരു ആണവായുധം കൂടെ ഉണ്ടായാൽ ലോകത്ത് ഷിയ മുസ്ലിങ്ങൾക്ക് ആധിപത്യം വേണമെങ്കിൽ സൗദി അറേബ്യ തകർക്കണം. ലോക മുസ്ലിം സമുദായത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരണമെന്നാണ് ഖമനേയി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇറാൻ ആണവായുധം ഉണ്ടായാൽ 2 ശത്രുക്കളാണ്, പ്രധാന ശത്രുക്കൾ. ഒന്ന് മതത്തിന് വിരുദ്ധരായ ജൂതന്മാർ, 2 ഒരേ മതമാണെങ്കിലും വിശ്വാസപ്രകാരം എതിരായ സുന്നികളുടെ ആസ്ഥാനം സൗദി അറേബ്യ. അപ്പോൾ പിന്നെ ഈ സൗദി അറേബ്യ ഭയക്കുന്ന ആരെയാണ്? ഇറാനെയാണ്. അപ്പോൾ ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്കും ആണവായുധം വേണം. ആണവായുധം ഉണ്ടായാൽ ആണവായുധം മേടിച്ച് വീട്ടി വെച്ചിട്ട് കാര്യമില്ല, അത് ഉപയോഗിക്കാൻ പറ്റുന്ന മിസൈൽ വേണം. ആ മിസൈലുകളാണ് ഡോങ്ഫെങ് മിസൈലുകൾ. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 10-15 ആണവായുധങ്ങൾ ഇങ്ങോട്ട് കിട്ടിയാൽ, കടമായിട്ട് കിട്ടിയാൽ, അല്ലെങ്കിൽ വാടകയ്ക്ക് കിട്ടിയാൽ സൗദി അറേബ്യ എന്താവും? ആണവശേഷിയുള്ള ഒരു രാജ്യമായിട്ട് മാറും. അതായത് ആണവ ബോംബ് ഇങ്ങോട്ടൂടെ വാങ്ങിച്ചു വെക്കുന്നു അല്ലേ? സൗദി അറേബ്യ മേടിക്കുന്നു. ഡോങ്ഫെങ് ഈ പറയുന്ന CSS DF-3A എന്ന് പറഞ്ഞ ഡോങ്ഫെങ് മിസൈലുകൾ ഘടിപ്പിക്കാൻ പറ്റും ആർക്ക്? സൗദി അറേബ്യക്ക്. ഇതാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള പുതിയ ബാന്ധവത്തിന് പിന്നിലുള്ള രഹസ്യമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ അമേരിക്കയ്ക്കും പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം ഈ പുതിയ ഇക്വേഷൻ വരട്ടെ, ആണവശേഷി ഉണ്ടാകും. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അപ്പോൾ 3-4 അല്ല 5-10 ആണവായുധം സൗദി അറേബ്യയിൽ ഇരുന്നോട്ടെ. അത് എങ്ങോട്ട് എപ്പോൾ വിടണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ പോരെ, ഇത് അമേരിക്ക തീരുമാനിക്കുകയാണ്. പക്ഷെ ഇവിടെ വേറൊരു വൈരുദ്ധ്യമുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള കരാർ എന്ന് പറയുന്നത് പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദി അറേബ്യ സഹായിക്കാം എന്നൊരു കരാറുണ്ടെന്ന് പറഞ്ഞു. സൗദി അറേബ്യ ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാൻ സഹായിക്കും. ഇനി സൗദി അറേബ്യനെ ഇസ്രയേൽ കയറി അടിച്ചാൽ പാകിസ്ഥാൻ എന്ത് ചെയ്യും?
പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുമോ? അത് പറ്റില്ല. അല്ല, ചെയ്യണ്ടേ? കരാർ അങ്ങനെയല്ലേ? കരാർ അനുസരിച്ച് ചെയ്യണം. പക്ഷേ അമേരിക്കയായിട്ടുള്ളൊരു ബന്ധം വെച്ചിട്ട് എങ്ങനെ പാകിസ്ഥാനായിട്ട് അന്നത് ഇനി അങ്ങനെങ്ങാനും പാകിസ്ഥാൻ മനസ്സിൽ വിചാരിച്ചാൽ നെതന്യാഹു പറന്നു വന്ന് ആദ്യം പാകിസ്ഥാൻ അടിക്കില്ലേ? പാകിസ്ഥാൻ അടിച്ചിട്ട് പോകും. പിന്നെ മറ്റേവർക്ക് കൊടുക്കാതെ പിന്നെ ആയിരിക്കും സൗദിയുടെ കാര്യം ഞാൻ പിന്നെ നോക്കാന്ന് പറയും. ഇനി മാത്രമല്ല, കഴിഞ്ഞ യുദ്ധത്തിനിടയ്ക്ക് ഇറാൻ്റെ ഒരു ഡയലോഗ് വന്നായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ ഇസ്രയേൽ ഇറാനെതിരെ ആണവായുധം പ്രയോഗിച്ചാൽ, അല്ലെങ്കിൽ ഇറാനെതിരെ മാരകമായ ഒരു ആക്രമണം നടത്തിയാൽ, അണവായുധമൊന്നല്ല, അത് ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി, ഏതെങ്കിലും കാരണവശാൽ ഇറാൻ ഇസ്രയേലിൻ്റെ ഭീകരമായ ഒരു ആക്രമണത്തിന് വിധേയമായാൽ പാകിസ്ഥാൻ ഞങ്ങളെ സഹായിക്കും, ഇസ്രയേലിൽ കൊണ്ട് ബോംബിടുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ഇസ്രയേലിൽ കൊണ്ട് ബോംബിടും. പാകിസ്ഥാൻ ഇസ്രയേലിൽ കൊണ്ട് ബോംബിടുമെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ഇറാൻ്റെ ജനറൽ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, പാകിസ്ഥാൻ ഉറപ്പ് വന്നിട്ടുണ്ട്, ഞങ്ങളെ ഇസ്രയേൽ ആക്രമിച്ചാൽ ഇസ്രയേലിൽ കൊണ്ടുപോയി പാകിസ്ഥാൻ ബോംബിടും, ആണവ ബോംബിടുമെന്ന്. കാരണം പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ ഒന്ന് ഇറാനിൽ സന്ദർശനം നടത്തിയിരുന്നു. ഓർക്കുന്നില്ലേ? അതിനുശേഷമാണ് പറഞ്ഞത്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചാൽ പാകിസ്ഥാൻ യുദ്ധത്തിനിറങ്ങണം. അതെ, പാകിസ്ഥാൻ യുദ്ധത്തിനിറങ്ങിയാൽ പാകിസ്ഥാനോട് ഈ കരാർ അനുസരിച്ച് ആര് യുദ്ധത്തിനിറങ്ങണം? സൗദി അറേബ്യ ഇറങ്ങേണ്ടി വരണം. അപ്പോൾ ഇസ്രയേൽ എന്ത് ചെയ്യും? ഇസ്രയേൽ രണ്ടുപേരും അടിക്കും. അപ്പോൾ ഇത് ഈ ജിയോ പൊളിറ്റിക്സിൽ ഇതൊരു വല്ലാത്ത വൈരുദ്ധ്യമാണ്. ഈ ഞങ്ങളെ നാറ്റോയിലെ ആർട്ടിക്കിൾ 4 and 5 നാറ്റോ കരാറിലെ അനുച്ഛേദം 4, 5 പ്രകാരം ആണ് ഈ പരസ്പരം ഈ അംഗരാഷ്ട്രങ്ങളിൽ ആരെയെങ്കിലും പുറത്തുനിന്ന് ആക്രമണം വന്നാൽ ഞങ്ങളെല്ലാം കൂടെ അടിക്കുമെന്ന് പറഞ്ഞു. അതുപോലൊരു ഫോർമുലയാണ് ഇപ്പോൾ കരാർ എന്ന് പറയുന്നത്, പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള കരാർ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ച ഇന്ത്യ മാറ്റി നിർത്ത്, എന്തൊക്കെയാണെങ്കിലും ഇസ്രയേലും ഇറാനുമായിട്ടുള്ള അടി ഇനിയും ഉണ്ടാവുമല്ലോ. അതെ, ഇറാൻ സൗദി അറേബ്യയെ ആക്രമിക്കും. അപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്യും? സൗദി അറേബ്യ എന്ത് ചെയ്യും? ഇതൊരു വലിയ വൈരുദ്ധ്യം നിറഞ്ഞ ചോദ്യമാണ്. അപ്പോൾ ഇതിങ്ങനെ കരാറുകളൊക്കെ പണ്ടേ ഉണ്ട്. 1952 മുതൽ പാകിസ്ഥാൻ അമേരിക്കയായിട്ടൊരു കരാറുണ്ട്, അറിയാമോ? പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അമേരിക്ക സഹായിക്കുമെന്ന് 52 വരെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ 1971 ബംഗ്ലാദേശ് യുദ്ധം നടക്കുമ്പോൾ 7ാം കപ്പൽപ്പട ഇങ്ങോട്ട് വന്നു പാകിസ്ഥാനെ 7th ഫ്ലീറ്റ് ഇങ്ങോട്ട് വന്നു. കാരണം 52 പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ കരാറുണ്ടായി. അപ്പോഴാണ് 11th ഫ്ലീറ്റുമായിട്ട് USSR ഇങ്ങോട്ട് വന്നത്. ഇന്ത്യയെ തൊട്ടാൽ ഞങ്ങൾ വരുമെന്ന് 11ാം കപ്പൽപ്പടയായിട്ട് റഷ്യ വന്നു. അതുകൊണ്ടാണ് ആക്രമണം നടക്കാതെ വരുന്നത്. അപ്പം കരാറുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കരാറ് ജിയോ പൊളിറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാറൊക്കെ ആയിരിക്കും, നടപ്പാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആകെ ഉണ്ടാകുന്ന കച്ചവടം എന്ന് പറയുന്നത് ഒരു 10 or 15 ആണവ ബോംബുകൾ അമേരിക്ക സമ്മതിച്ചാൽ, അമേരിക്ക അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ആണവ ബോംബ് അവിടെ ഉള്ളത്, ആ സാധനം എടുത്ത് സൗദി അറേബ്യ കൊടുക്കാം. അമേരിക്ക ഇപ്പോൾ ആലോചിക്കുകയും ചെയ്യും, ഇവരുടെ കൈ കൊടുത്തിട്ട് ഇന്ത്യ കയറി അതെ ചവിട്ടി അത് കുളമാക്കിയിട്ട് പോയി കിരാന ഹിൽസിൽ കൊടുത്ത്, പണ്ടാറ് ഇനി നിനക്ക് വേണ്ടടാവേ, ഈ സാധനം എല്ലാം കൊണ്ട് ഞാൻ സൗദി അറേബ്യ വെച്ചോളാം എന്ന് അമേരിക്ക കൊണ്ട് തീരുമാനിച്ചാൽ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള അണവായുധങ്ങൾ എങ്ങോട്ട് പോകും? സൗദി അറേബ്യയ്ക്ക് പോകും. പാകിസ്ഥാൻ ഇപ്പോൾ വേണ്ടത് ഒരു 5 or 10 ബില്യൺ ഡോളർ വേണം. എവിടുന്ന് വേണം? സൗദി അറേബ്യയിൽ നിന്ന് വേണം. ഏതാണ്ട് $100 ബില്യൺ സഹായം ഓൾറെഡി സൗദി അറേബ്യ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ആരും കൊടുക്കത്തില്ലല്ലോ. ഇല്ല, ഞാൻ ഇതുവരെ കാശ് തന്നില്ലേ, 100 ബില്യൺ തന്നില്ലേ, അതുകൊണ്ട് 100 ബില്യൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 80-90 ബില്യനാണ് സൗദി അറേബ്യ ഒരു വർഷം പ്രതിരോധ ബജറ്റിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അത്രയും കാശ് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, എനിക്ക് നിന്നെ തരാൻ എന്തുണ്ട്? കുറേ പിച്ചക്കാരെ പിച്ച തണ്ടാൻ കയറ്റി അയക്കുന്നുള്ളൂ. അതുകൊണ്ട് താഴെ ഒരു 15 ന്യൂക്ലിയർ വാർ ഹെഡ്സ് ഒരു 5 or 10 മില്യൺ കൂടെ തന്നേക്കാം. ഇതാണ് ഡീല്. ഈ ഡീലാണ് ഇപ്പോൾ ഈ 17ാം തീയതി സൽമാൻ രാജകുമാരനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അസിം മുനീറിൻ്റെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ചത് എന്ന് ചില വിദേശ പ്രതിരോധ സൈറ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് കളിക്കാർ മാറി നോക്കി നിന്നാൽ മതി. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു അടി ഉണ്ടായാൽ സൗദി അറേബ്യ അങ്ങനെ ഇടപെടാൻ പറ്റില്ല. കാരണം മിഡിൽ ഈസ്റ്റിൽ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഘടന. അവിടുത്തെ സമ്പദ്ഘടനയ്ക്ക് വലിയ പങ്ക് വഹിക്കുന്നവരാണ് ഇന്ത്യക്കാരടക്കമുള്ളവർ. ഒന്നത്. രണ്ടാമത്തത്, അങ്ങനെ കയറി ഇടപെടാൻ പറ്റുമോ? കാരണം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ചില പ്രതിരോധ ഉടമ്പടികളുണ്ട്, വ്യാപാര കരാറുകളുണ്ട്. കാരണം വലിയ മാർക്കറ്റാണ്. മാത്രമല്ല തുടർച്ചയായി നരേന്ദ്രമോദി സൗദി അറേബ്യയെ സന്ദർശിച്ചത്
3 തവണയാണ്. സൗദി അറേബ്യ അവരുടെ ഏറ്റവും വലിയ ബഹുമതി കൊടുത്ത് ആദരിച്ച ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ പാകിസ്ഥാനെ തൊട്ട ഇനി സൗദി നമ്മളെ അടിക്കാൻ വരുമോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നും മാത്രമല്ല, പാകിസ്ഥാൻ്റെയും സൗദി അറേബ്യയുടെയും കൂടെ മൊത്തത്തിലുള്ള സൈനിക ശേഷി കൂട്ടിയാലും അതിനേക്കാളും കൂടുതലുണ്ട് ഇന്ത്യയുടെ സൈനിക ശേഷി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.